ഗുഡ് ഈവനിങ് ഓൾ. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്. കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ല ഇന്ന്. ഏറ്റവും സന്തോഷത്തോടും സമാധാനത്തോടും സംതൃപ്തിയോടും കൂടിയുള്ള ദിവസങ്ങളാണ് നമുക്ക് എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെയാണ് നമ്മുടെ യാത്ര. 2 ദിവസം കൂടി ബാക്കിയുള്ളൂ. ഞായറാഴ്ച രാവിലെ നമ്മൾ ഒത്തുകൂടുന്നു. അതിഗംഭീരമായ വിപുലമായ പരിപാടികളുമായിട്ട് നിങ്ങളെല്ലാം എത്തുക. ഞാൻ അവിടെ ഉണ്ടാവും. പരിപാടികളിൽ നിങ്ങളുടേതാണ്. ഞാൻ അവിടെ ഉണ്ടാകുന്നു മാത്രമേ ഉള്ളൂ. എന്നെ അവിടെ ഇവിടെയൊക്കെ കാണാം. ബാക്കിയെല്ലാം കലാപരിപാടികളൊക്കെ നിങ്ങളുടേത് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നില്ല. ഞാൻ ഉണ്ടാവും. നിങ്ങളെല്ലാ പരിപാടികളും വരാൻ സാധിക്കാത്തവർക്ക് തോന്നണം, അയ്യോ വലിയൊരു നഷ്ടമായി പോയല്ലോ എൻ്റെ ജീവിതത്തിൽ നിന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം. അതാണ് ബാക്കിയുള്ളവരോട് പറയാനുള്ളത്. ഇന്നലെ തന്നെ നമ്മൾ ഇത് ബുക്കിംഗ് കംപ്ലീറ്റ് ക്ലോസ് ആയി. ഇനി യാതൊരു രക്ഷയില്ല. ഇനി അവിടെ ഒരാളെ കേട്ടണമെങ്കിൽ അവര് ചെയറും എടുത്ത് വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ചെയറും കൊണ്ട് വരണം എന്നാണ് ഹോട്ടലുകാർ പറഞ്ഞത്. അല്ലാതെ അവിടെയുള്ള ചെയർ ഫുള്ളായി. അതുകൊണ്ട് ആരെങ്കിലും ഇനി വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു ചെയറും കൂടി കൂടെ കരുതിക്കൊള്ളുക. വരണ്ടാന്ന് ഞാൻ പറയില്ല, ചെയർ നിങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അത്രയുണ്ട്. ബാക്കിയുള്ള പരിപാടികൾ പിന്നെ ഡാൻസുകളും പാട്ടുകളും കലാപരിപാടികളും എന്നൊക്കെ പറയുന്ന കേൾക്കാം. എന്താണെന്ന് അറിയില്ല. സിബി സാർ എന്തൊക്കെയോ പരിപാടികൾ പ്ലാൻ ചെയ്തു എന്നൊക്കെ കേൾക്കാം. ചില ആള് പാട്ട് പാടുന്നു, ചില ആൾ ഡാൻസ് കളിക്കുന്നു, ചില ആള് എന്താ പറയാ, അങ്ങനെയൊക്കെ കേൾക്കാം. ഏതായാലും നമുക്ക് നോക്കാം. നമുക്ക് എന്താ പറയാ, കാണാൻ പോകുന്ന പൂരത്തെ പറഞ്ഞറിയിക്കണ്ടല്ലോ. ഏതായാലും പൂരങ്ങളുടെ നാട്ടിൽ നമുക്ക് പൂരം തന്നെ നടത്തി കളയാം. എല്ലാവരും തയ്യാറായിരിക്കുക. ഏറെ സന്തോഷമാണ്. സന്തോഷത്തോടെ വളരെ 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 സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് നിൽക്കുന്നത്. കാരണം ഹാപ്പിനെസ് മാസ്റ്ററി ഹബിന്റെ ഈ ഒരു 8 മാസമായി അല്ലേ? ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഏകദേശം ഒരു 7-8 മാസത്തെ യാത്രയാണ്. 7 മാസത്തെ യാത്രയിൽ നമ്മൾ ഇത്രയും ആൾക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. എല്ലാവർക്കും അതിന്റെ പുണ്യം ഉണ്ടാവട്ടെ എന്നുള്ള 33 പുണ്യം ഉണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെയാണ്. സന്തോഷം ഉള്ള കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റിലേക്ക് മ്യൂട്ട് ചെയ്തോളൂ. കാരണം ഇന്ന് ഇച്ചിരി തിരക്കായതുകൊണ്ട് നമുക്ക് എല്ലാവരും ജീവിതത്തിൽ ശുഭാപ്തി വിശ്വാസം തുടങ്ങി വെച്ച മുതൽ വലിയ മാറ്റങ്ങൾ വീട്ടിനകത്തും വീട്ടിന് പുറത്തും ഓഫീസിലും അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിലും ചുറ്റുവട്ടങ്ങളിലും നാട്ടുകൂട്ടങ്ങളിലും അല്ലെങ്കിൽ നിങ്ങളൊക്കെ കുടുംബശ്രീയൊക്കെ പോകുന്നവരാണ്, കുടുംബശ്രീയിലും ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ എന്നോട് ചോദിച്ചത്, സാറേ നമ്മളിൽ മാറ്റം ഉണ്ടായി, ശരിയാണ്, പക്ഷെ മാറ്റം ഉണ്ടായപ്പോൾ എനിക്കുണ്ടായ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ വീട്ടിനകത്ത് കയറി ഇരിക്കാൻ പറ്റുന്നില്ല. ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ, നല്ല കച്ചവടമുണ്ട്, ഓഫീസിൽ നല്ല സന്തോഷമാണ്. പക്ഷെ വീട്ടിൽ കയറുമ്പോൾ എന്തോ ഒരു വിഷമമുണ്ട്. അതെന്തായിരിക്കും? പക്ഷെ ആള് ചോദിച്ചതനുസരിച്ച് ഞാനും ഒരു കൺഫ്യൂഷനായി. കാരണം ഞാൻ അപ്പോഴാണ് ആലോചിച്ചത്, നമ്മൾ മാനസികമായ മാറ്റം ഉണ്ടാക്കാനുള്ള നിരന്തരം ക്ലാസ്സുകളും ഒക്കെ ഇവിടെ നടത്തുന്നു. നമ്മൾ രാവിലെ മെഡിറ്റേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുളിച്ച് പ്രാർത്ഥിക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? പഠിക്കുന്നു, മനസ്സിനെ മാറ്റപ്പെടുത്താനുള്ള കുറെ ടെക്നിക്കുകൾ പഠിക്കുന്നു, പണം വരാനുള്ള ടെക്നിക്കുകൾ പഠിക്കുന്നു, മനസ്സിനെ പാകപ്പെടുത്താൻ ടെക്നിക്കുകൾ പഠിക്കുന്നു, ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്നു, ജേർണി ടു ഹാപ്പിനെസ്സിലൂടെ മനസ്സിനെ എങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്ന് പഠിക്കുന്നു, ഒക്കെ ചെയ്തു. ഓക്കെ, സോറി, അതിൻ്റെ ഞാൻ മറന്നുപോയല്ലേ. പോകുന്ന പോക്കിൽ കുറച്ച് തിരക്കായിരുന്നു. വെച്ചാൽ നാട്ടിൽ വരുന്നതിന്റെ തിരക്കൊക്കെ ഉണ്ടായിരുന്നേ, അതുകൊണ്ട് വിട്ടുപോയതാണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ക്യാപ്സൂൾ കഴിക്കണ്ടേ, നല്ലൊരു ഉഷാറുണ്ടാവും അല്ലേ? ഒരു ഉഷാർ വേണ്ട കാര്യങ്ങൾക്കല്ലേ. കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഉഷാറൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും തോന്നി എല്ലാവർക്കും അല്ലേ? വേണ്ടേ? അപ്പൊ ടാബ്ലറ്റ്സ് എടുത്തോളൂ, പെട്ടെന്ന് ടാബ്ലറ്റ്സ് എടുത്ത് കഴിച്ചോളൂ. ടാബ്ലറ്റ്സ് കഴിക്കാത്തതിന്റെ ഒരു കുറവുണ്ട് ഇല്ലേ? ഉണ്ടോ? പെട്ടെന്ന് പറഞ്ഞു. നോക്കട്ടെ. ഇല്ലേ, ബ്ലൂ കളർ ഹാർട്ടൊക്കെ വരുന്നുണ്ട്. ഹാർട്ടിന് എപ്പോഴും റെഡ് കളർ തന്നെയാണ് നല്ലത്. ബ്ലൂ ഒരു സുഖമില്ല. ബ്ലൂ കളർ ഹാർട്ടൊക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഇതിൽ പഠിച്ച പോലെ അനാഹത ചക്ര ഗ്രീൻ കളറാണ് വേണ്ടത്. പക്ഷെ നമ്മൾ പഠിച്ചത് എന്താണ്? ചുവന്ന കളർ. എവിടെ കണ്ടാലും ബ്ലഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഹാർട്ടിൽ നിന്ന് ബ്ലഡ് ആണുള്ളൂ അല്ലല്ലോ. ഇപ്പൊ ബ്ലൂ കളർ ഇട്ടപ്പോൾ ഞാൻ ചോദിച്ചു, വേണ്ട, അനാഹത നമുക്ക് പച്ച കളറാക്കാം. പച്ച കളർ ഹൃദയമായി കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. നിങ്ങളെല്ലാവരും പച്ച കളർ ഹൃദയം നോക്കൂട്ടോ. നമ്മൾ അനാഹത ചക്രം നന്നായി ഒരു പച്ച കളറാവുന്ന പറഞ്ഞു.
പക്ഷെ ഇത് എവിടുന്ന റെഡ് വന്നതെന്ന് എനിക്കും അറിയില്ല കേട്ടോ. ആട്ടിനെ പറ്റി പറയുമ്പോൾ ആദ്യം റെഡ് കളർ വരും. എന്താണ് റെഡ് കളർ? ചുവപ്പ് ആണോ? ഇൻഗുലാബ് വേണ്ട. ഓക്കെ, ശരി. അപ്പോൾ പോട്ടെ പോട്ടെ. അതാ പച്ച. താങ്ക് യു മല്ലിക. അതാ പച്ച കളർ ആട്ടൊക്കെ വന്നു. പോരട്ടെ പോരട്ടെ പോരട്ടെ. ഓ അല്ല, മല്ലിക എന്ന് മൊത്തത്തിൽ പച്ചയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, മൊത്തത്തിൽ പച്ചയാണ്. ശരി, സന്തോഷം. ഇപ്പൊ എല്ലാം പോരട്ടെ എന്നത് കുറവാണ്, സ്പീഡ് കുറവാണ്. ഹാപ്പി ആൻഡ് റെഡി മറന്നുപോയോ? കുറച്ച് ദിവസം 4-5 ദിവസമായിട്ട് ഉപയോഗിക്കാൻ മറന്നുപോയി തോന്നുന്നില്ല ആൾക്കാർ. പോരാ 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 പോരാ. എല്ലാവരും യൂട്യൂബിൽ കമന്റ് താഴെയൊന്നും ഇപ്പൊ കാണുന്നേ ഇല്ല. ഹാപ്പി ആൻഡ് റെഡി ഒന്നും ആരും കാണുന്നില്ല. ശുഭാപ്തി വിശ്വാസം കൂടുതൽ പറയാൻ തുടങ്ങി. ഇപ്പൊ ഹാപ്പി ആൻഡ് റെഡി വിട്ടുപോയി. ആദ്യം ഹാപ്പി ആൻഡ് റെഡി, പിന്നെ ശുഭാപ്തി വിശ്വാസം ചേർത്തോളൂ കേട്ടോ. ഓക്കെ, ശരി. നോക്കൂ, അപ്പോ എന്നോട് അവർ ചോദിച്ചപ്പോ ഞാനും ഒന്ന് ചിന്തിച്ചു പോയി. കാരണം മനസ്സിലെ മാലിന്യങ്ങൾ നീക്കാൻ വേണ്ടി നമ്മൾ മനസ്സിലെ മാലിന്യങ്ങൾ എന്താണെന്ന് പഠിക്കുകയും അതിന് കൃത്യമായി മനസ്സിലാക്കുകയും പരാതികളും പരിഭവങ്ങളും ഒന്നും പറയില്ല എന്ന് പ്രതിജ്ഞ എടുക്കുകയും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലെ മാലിന്യങ്ങളൊക്കെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും വീട്ടിനകത്ത് നടക്കുന്ന അവസ്ഥയ്ക്ക് എന്ത് ചെയ്യും, എന്തുകൊണ്ടായിരിക്കും അതിലൊരു മാറ്റം ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഒരു തോട്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നിയതൊന്ന് ടൈപ്പ് ചെയ്തോളൂ. മീ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ, നോക്കട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിനകത്ത് ചെറിയ ഒരു നെഗറ്റിവിറ്റി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? എല്ലാ മാറ്റം ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ വീട്ടിനകത്ത് ഒരു നെഗറ്റിവിറ്റി ഉണ്ടല്ലോ, അതിന് നമുക്ക് എങ്ങനെ മാറ്റാം എന്ന് ഇതിന് മുമ്പ് കുറേ മുമ്പ് ഒരു പ്രാവശ്യം ഒരു ക്ലാസ് ഇങ്ങനെ എടുത്തിരുന്നു എന്ന് എനിക്ക് നല്ല ഓർമ്മയില്ല. ഏതോ ക്ലാസ്സിന്റെ അകത്തുകൂടി പറഞ്ഞു പോയിരുന്നു. ഇത് മാത്രമായിട്ടില്ല. ഇല്ല, പറഞ്ഞില്ല. പറയാൻ വേണ്ടി വിചാരിച്ചിരുന്നു. വീട്ടിൽ നമ്മൾ വരുത്തേണ്ട വലിയ മാറ്റത്തെ പറ്റിയിട്ട് നമ്മൾ ഗൃഹസ്ഥല ആരൂഢ സ്ഥാനം എന്ന് സാധാരണ നമ്മൾ വാസ്തുപരമായി പറയും. ആരൂഢ സ്ഥാനം എവിടെയാണോ നമ്മൾ രൂഢിതനായിരിക്കുന്നത്, അതായത് എവിടെയാണോ നമ്മൾ സ്ഥിരവാസമുള്ളത്, ആ സ്ഥലത്തിന് നമ്മൾ ആരൂഢ സ്ഥാനം എന്ന് പറയും. ആ ആരൂഢത്തിൽ നമ്മുടെ വാസസ്ഥലത്ത് നമുക്ക് വേണ്ട രീതിയിലുള്ള എനർജി ഫ്ലോ നടന്നില്ലെങ്കിൽ നമ്മളുടെ അവസ്ഥ പലപ്പോഴും നമ്മൾ എത്ര വലിച്ചു നീട്ടണമെന്നില്ല. ഞാൻ വാസ്തുപരമായിട്ട് ഒന്നും പറയാനല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി എങ്ങനെ തിരിച്ചറിയാം എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. ഇതുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി പോവുക, എന്നിട്ട് മാറ്റാനുള്ളത് മാറ്റുക എന്നുള്ളതാണ്. എന്തായിരിക്കും, എന്തൊക്കെ സംഭവിക്കുന്നത്, അതുകൊണ്ട് എങ്ങനെ മാറ്റാമെന്ന് ലളിതമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമാണ് പറയുന്നത്. കാരണം വാസ്തുപരമായിട്ടുള്ള അലൈൻമെന്റ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല, അത് എൻ്റെ വിഷയവുമല്ല ഇപ്പോൾ. പക്ഷെ നമ്മൾ വീട്ടിൽ പാലിക്കേണ്ട ചില കടമകൾ, ചിട്ടവട്ടങ്ങളുണ്ട്. ആ ചിട്ടവട്ടങ്ങളിലൂടെ നമ്മൾ ജീവിതത്തെ ഇത് നമ്മുടെ ലൈഫിനെ പാകപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ്. നമ്മള് സ്ഥിരമായിട്ട് ലക്ഷ്യബോധങ്ങളും ലോ ഓഫ് അട്രാക്ഷനും മറ്റു കാര്യങ്ങളെല്ലാം പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ചുറ്റുവട്ടങ്ങളും കൂടി നമ്മൾ കൃത്യമായി പാകപ്പെടുത്തി എടുക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എല്ലാവർക്കും റെഡിയാണുള്ളത്? ഇത് കേൾക്കാൻ താല്പര്യമുണ്ടോ മാത്രം പറഞ്ഞു. താല്പര്യമുള്ള വിഷയമാണ് നിങ്ങൾക്കെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്യുക, സമയം വേസ്റ്റ് ആക്കണ്ട. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇങ്ങനെ അറിയണം, ചെറിയ കാര്യങ്ങൾ മാറ്റണം എനിക്ക് എന്നുള്ള ആഗ്രഹമുള്ളവരൊക്കെ ടൈപ്പ് ചെയ്തോളൂ. യെസ് ക്ലിയർ ചെയ്തോളൂ. കമോൺ. ഞാൻ പറയാൻ പോകുന്നത് വളരെ ലളിതവും എന്നാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് ആദ്യം നോക്കുക വീട്ടിനകത്ത്. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് തീരുമാനിക്കുക. പിന്നെ ഇതൊക്കെ നോക്കാനുള്ള കുറെ യന്ത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. വാസ്തുപരമായ യന്ത്രങ്ങളിലൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നെഗറ്റീവ്. വേണ്ട, എന്തൊന്നും ആവശ്യമില്ല. ഇത് യന്ത്രങ്ങളില്ലാതെ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ പോസിറ്റീവ് എനർജി ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് ചോദ്യം. വളരെ ലളിതമായിട്ട് ഉത്തരം. വീട്ടിലെ നെഗറ്റീവ് എനർജി തിരിച്ചറിയാൻ നിങ്ങൾ ചില സൂചനകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ സൂചനകൾ നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ നെഗറ്റീവ് എനർജി എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ വീട്ടിൽ നമ്മുടെ വീട്ടിൽ എന്ന് പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ എന്ന് പറയുന്നു ഒന്നും എനിക്കറിയില്ല. അത് നിങ്ങൾ അതിനനുസരിച്ച് ചേർത്തോളൂ.
നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലത്ത് നമ്മുടെ വീട്ടിൽ സ്ഥിരമായി നിങ്ങൾക്ക് അസ്വസ്ഥത അനുഭവിക്കാറുണ്ടോ? സ്ഥിരമായിട്ടുള്ള അസ്വസ്ഥത അനുഭവിക്കാറുണ്ടോ? എഴുതി വെച്ചോളൂ. ഇത് സ്ഥിരമായി അസ്വസ്ഥത അനുഭവിക്കാറുണ്ടോ? അസ്വസ്ഥത എന്തുമാകാം, വിത്ത് റീസൺ ആവാം, വിത്തൗട്ട് റീസൺ ആവാം, എന്തുമാവാം. വീട്ടിൽ കയറി വരുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത, എന്താണെന്നൊന്നും അറിയില്ല, ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നു എങ്കിൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഉണ്ട് എന്ന് മനസ്സിലാക്കി. രണ്ടാമത്, വീട്ടിൽ കയറി വരുമ്പോൾ വീട്ടിലെ അംഗങ്ങൾക്കും നിങ്ങൾക്കും ഒക്കെ സ്ഥിരമായി ആശങ്ക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവാറുണ്ടോ? നിങ്ങൾക്കുണ്ടാവാം, വീട്ടിലെ മറ്റുള്ളവർക്ക് ഉണ്ടാവാം. അവര് സ്ഥിരമായി അങ്ങനെ സംസാരിക്കുന്നുണ്ടാവും. പക്ഷെ അവര് സ്ഥിരമായിട്ട് പുറത്തും അകത്തും ഉള്ളതാണ് വിഷയമല്ല. പുറത്ത് പോകുമ്പോഴും ഓഫീസിലൊക്കെ പോകുമ്പോൾ നല്ല എനർജറ്റിക് ആണ്, അവർ നല്ല ആക്റ്റീവ് ആണ്. പക്ഷെ വീട്ടിൽ കയറി വരുമ്പോൾ ഒരു ചടഞ്ഞു കൂടിയിരിക്കുന്ന അവസ്ഥ, ഒരു മൂലക്കിരിക്കുന്ന അവസ്ഥ, ഒരു ഉഷാറില്ലാത്ത അവസ്ഥ, അസ്വസ്ഥത എന്ന് പറയുന്നതാണ്. പുറത്തിറങ്ങി വീട്ടിലെത്തിയാൽ മാത്രം ചില ആശങ്കപരമായ സംസാരങ്ങൾ, കിച്ചണിലേക്ക് കയറി വരുമ്പോൾ അവിടെ ചില പരാതികൾ, അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാവാറുണ്ടോ എന്ന് ചിന്തിക്കുക. വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഭാരം തോന്നുന്ന അവസ്ഥ, ഉദാസീനത, ക്ഷോഭം അല്ലെങ്കിൽ ആശങ്ക ഇതുണ്ടാവാറുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക, there is a negative energy. രണ്ടാമത്തെ കാര്യം, അനാരോഗ്യകരമായ ബന്ധങ്ങൾ. അനാരോഗ്യകരമായ ബന്ധങ്ങൾ എന്ന് പറയുന്നത് കുടുംബാംഗങ്ങൾ തമ്മിൽ പൊതുവെയുള്ള ചെറിയ ഷണ്ടകൾ അല്ലെങ്കിൽ പരസ്പരമുള്ള അസ്വസ്ഥതകൾ, ആശയവിനിമയത്തിന്റെ അഭാവം. വീട്ടിലെത്തിയാൽ മാത്രം, ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, വീട്ടിലും പുറത്തും ഒരേപോലെയാണെങ്കിൽ അത് വിഷയമല്ല. വീട്ടിലെത്തുമ്പോൾ മാത്രം മിണ്ടില്ല, വീട്ടിലെത്തുമ്പോൾ മാത്രം പരസ്പരം ഷണ്ട കൂടും, വീട്ടിലെത്തുമ്പോൾ മാത്രം പരസ്പരം അസ്വസ്ഥത പ്രകടിപ്പിക്കും. എന്റെ അങ്ങനെ വിഷയമുണ്ടോ? ഏത് ലിങ്കാ കൊടുത്തേ? ലിമിറ്റ് ഒന്നും നമ്മുടെ ലിങ്കിലില്ലല്ലോ. ഓ, ഇന്ന് 3-ാം തീയതി അല്ലെ? നമ്മുടെ സൂം പിന്നെ ഉണ്ടാവണേ 100ലേക്ക് തിരിച്ചുപോയി. 3-ാം തീയതി ഏതായാലും ഈ ക്ലാസ് കഴിയട്ടെ, ബാക്കിയുള്ള മെസ്സേജ് അയച്ചോ. അഡ്മിൻ മെസ്സേജ് ഇട്ട് ഇത് കഴിഞ്ഞിട്ട് റിന്യൂ ചെയ്യാം. 500 പീപ്പിൾസിന്റെ പോയിട്ട് 100ലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാവും. ഈ സെഷൻ കഴിഞ്ഞിട്ട് അത് റിന്യൂ ചെയ്യാം. അത് 500 ഉള്ളത് 500 പോയിട്ടുണ്ടാവും, വെറും 100 ആയിട്ട് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും റിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ സ്ഥിരമായി നമുക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലെ അംഗങ്ങൾ സ്ഥിരമായി ഉദാസീനതയായിട്ടുള്ള അവസ്ഥ ഉണ്ടാവുന്നെങ്കിൽ, ക്ഷീണം വീട്ടിനകത്ത് വരുമ്പോൾ കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട്. മൂന്നാമത്തെ കാര്യം, ശാരീരികമായ അസ്വസ്ഥതകൾ. വീട്ടിൽ താമസിക്കുമ്പോൾ സ്ഥിരമായി തലവേദന, ക്ഷീണം അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ ഉണ്ടെങ്കിൽ, 3 കാര്യങ്ങൾ പറഞ്ഞു. നാലാമത്തെ കാര്യം, വീട്ടിലെ എല്ലാ അവസ്ഥകളും ക്രമരഹിതമായിരിക്കുന്നു, വീടെപ്പോഴും അലങ്കോലമായി കാണപ്പെടുന്നു. അതെല്ലാവരും വീട്ടിലുണ്ടാവും അല്ലെ? അയ്യോ, ക്ലീനാക്കി വെച്ചാലേ നേരെ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ അലങ്കോലല്ലേ? ഇതുണ്ടോ ആർക്കെങ്കിലും? വീട്ടിലെല്ലാം അലങ്കോലമായി കിടക്കുന്നു, സാധനങ്ങൾ തെറ്റായി വെക്കുക, അല്ലെങ്കിൽ ക്രമരഹിതമായ ശബ്ദങ്ങൾ ഉണ്ടാവുക, കിച്ചണിൽ പോയ പാത്രം കഴുകി വെക്കാൻ ഒരു മൂടും ഇല്ല, സോഫയിൽ ഇട്ട സാധനങ്ങൾ സോഫയുടെ ഭാഗത്തുണ്ടാവും, ബെഡ്റൂം പോയാൽ തുണി മടക്കി വെക്കില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ പ്രാർത്ഥന, വീട്ടിൽ താമസിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാനും വിളക്ക് വെക്കാനുമുള്ള താല്പര്യമില്ലായ്മ, സ്ഥിരമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകുന്നു, ഭയങ്ങൾ ഉണ്ടാകുന്നു. വീട്ടിനകത്ത് ഭയം, അവിടെ ബാത്റൂമിൽ കയറുമ്പോൾ ഒരു ഭയം, ഇപ്പുറത്തെ റൂം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭയം, അവിടെ എന്തോ അനങ്ങുന്നുണ്ട് എന്ന് തോന്നൽ. ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മളെ വീട്ടിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം വീട്ടിൽ നെഗറ്റിവിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത് ചിലപ്പോൾ എല്ലാ റൂമിനകത്തും ഉണ്ടാവില്ല, ചില റൂമുകളിൽ മാത്രം, മുറികളിൽ മാത്രം സംഭവിക്കുന്ന അസ്വസ്ഥതകളും ഉണ്ടാവാറുണ്ട്. ചില മുറികളിൽ മാത്രം, അല്ലെങ്കിൽ പ്രത്യേക സ്ഥലത്ത് മാത്രം നീണ്ടു നിൽക്കുന്ന നിഗൂഢമായ
എന്തെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് എനർജി കെട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അവിടെ പ്രധാനമായിട്ടും ഒരു കാര്യം പറയാം, ഇങ്ങനെ സംഭവിക്കുന്നതിന്റെ പ്രധാനമായ കാര്യം ഉപയോഗിക്കാത്ത മുറികളാവാം, പഴയ വസ്തുക്കൾ നിറച്ച മുറികൾ അല്ലെങ്കിൽ പഴയ വസ്തുക്കൾ നിറച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണമാവാം. അതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം വീട് വൃത്തിയാക്കി സൂക്ഷിക്കണം എന്നതിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ്. വീട് വൃത്തിയായി സൂക്ഷിച്ചില്ല, അടുക്കും ഒതുക്കും ഇല്ലെങ്കിൽ സൂക്ഷിച്ചില്ലെങ്കിൽ അവിടെ നെഗറ്റീവ് എനർജി കെട്ടി നിൽക്കും. ആ നെഗറ്റീവ് എനർജി കെട്ടി നിൽക്കുമ്പോൾ നേരത്തെ പറഞ്ഞ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും. ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ ഒന്നാമത് പരിഹാര മാർഗങ്ങളിൽ ഒന്നാമത്തത് വീട് വൃത്തിയായി സൂക്ഷിക്കുക, അടുക്കും ഒതുക്കും ഉണ്ടാക്കി വെക്കുക, അവിടെ പഴയ സാധനങ്ങളെല്ലാം ഒഴിവാക്കുക, വേസ്റ്റ് ഡബ്ബ് ആയി മാറ്റാതെ ഇരിക്കുക. പഴയ വസ്ത്രങ്ങളാണ് ഏറ്റവും അപകടം പിടിച്ച കാര്യങ്ങൾ എന്നറിയുക. കാരണം ഇതിന്റെ കഥ അതിനെപ്പറ്റി, അതിന്റെ എനർജിനെ പറ്റി പറയാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ 1, 2, 3 ക്ലാസ് മതിയാവില്ല. അത്രയും പറയാനുണ്ടാവും. ഒരു പഴയ സാധനം നമുക്കുണ്ടാക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള എനർജി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 സമയം എടുക്കും പറഞ്ഞു വരാനായിട്ട്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. വീട്ടിൽ പഴയ ഒരു വസ്തു ഉണ്ടെങ്കിൽ ഉടനടി അതിനെ ഡിസ്പോസ് ചെയ്യുക. പ്രത്യേകിച്ച് പഴകിയ തുണികൾ ഉണ്ടെങ്കിൽ വീട്ടിൽ വെക്കരുത്. നിങ്ങൾ ഉപയോഗിക്കാത്ത തുണികൾ ഉണ്ടെങ്കിൽ ഉടനടി കൊണ്ടുപോയി നിശ്ചയിക്കുക. ഞാൻ പണ്ട് ഒരു ക്ലാസ് എടുത്തിരുന്നു ഞാൻ ഇതുപോലെ. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ക്ലീൻ ആക്കി നോക്കിയപ്പോൾ ഒരാൾ പറഞ്ഞു, അയ്യോ ഇങ്ങനെയൊക്കെ എന്റെ വീടുണ്ടായിരുന്നു, ഞാൻ പോലും അറിഞ്ഞില്ല എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അത് വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഉറക്കത്തിൽ ഞെട്ടി എണീക്കുന്നത് പറഞ്ഞുതരാം. അപ്പോ ഏറ്റവും കൂടുതൽ ഉദാഹരണത്തിന് നിങ്ങൾ എടുക്കുക, വീട് വൃത്തിയായി സൂക്ഷിക്കുക, പഴയ വസ്തുക്കളെ ഒഴിവാക്കുക എന്ന്. രണ്ടാമത്തെ കാര്യം, ഉറക്കത്തിൽ അസ്വസ്ഥത, മോശം സ്വപ്നങ്ങൾ, പ്രത്യേകിച്ച് സ്ഥിരമായി ഒരേപോലെ ആവർത്തിക്കുന്ന സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് നെഗറ്റീവ് എനർജിയുടെ ലക്ഷണമാവാം. അത് സ്വന്തം ശരീരത്തിലുള്ള നെഗറ്റീവ് ആവാം, ആ മുറിയിലുള്ള നെഗറ്റീവ് ആവാം. ഇത് രണ്ടും ഏതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അവിടെ വളരെ 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 ശ്രദ്ധിക്കലാണ്. ചിലപ്പോൾ നമുക്ക് ഉറക്കത്തിൽ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുകയോ അല്ലെങ്കിൽ വിചിത്രമായ ദൃശ്യങ്ങൾ കാണുകയോ ചെയ്യുന്നത് അവഗണിക്കാതിരിക്കുക. അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അങ്ങനെ ഉള്ള ആൾക്കാർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ പഠിപ്പിച്ചു തരാം. നിങ്ങൾ അതിനു വേണ്ടി ചെയ്യേണ്ട ചില ടെക്നിക്കുകൾ ഉണ്ട്. ഒന്നാമതായി ചെയ്യേണ്ടത്, മറ്റേത് ടെക്നിക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ടെക്നിക്ക് ഇപ്പൊ പറഞ്ഞു തരാം. നിങ്ങൾ ലളിതമായി ചെയ്യേണ്ടത്, നിങ്ങൾ കിടന്നുറങ്ങുന്ന മുറിയെ വളരെ വൃത്തിയും വെടിപ്പുമുള്ള രീതിയിൽ പഴയ സാധനങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് ആവശ്യമുള്ള വസ്തുക്കൾ മാത്രം വെച്ച് ആ മുറിയെ ഒന്ന് പുനഃക്രമീകരിക്കുക. അതായത് ഉറക്കത്തിൽ ഞെട്ടി ഉറക്കുന്ന ആൾക്കാരുണ്ടെങ്കിലോ അസ്വസ്ഥതമായുണ്ടെങ്കിലോ ഉറക്കക്കുറവുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ മുറി ഒന്ന് വൃത്തിയായി സൂക്ഷിക്കുക. അവിടെ വേണ്ടാത്തതെല്ലാം എടുത്തൊഴിവാക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടന്റ്, നിങ്ങളുടെ ബെഡ് വളരെ വൃത്തിയായി സൂക്ഷിക്കുക. അതിനുശേഷം നിങ്ങൾ കിടന്നുറങ്ങുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ കട്ടിലിന്റെ 2 മൂലയിലും ഓരോ കപ്പ് ഉപ്പ് കൊണ്ടുവെക്കുക എന്നുള്ള ഒരു പരിഹാരം ഇപ്പോൾ പറയുന്നു. ഏത് എന്നൊക്കെ വളരെ കൃത്യമായി ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ലളിതമായി ഇപ്പോൾ ഒരാൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ്. ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഉറക്കത്തിലെ ഉറക്കക്കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ വൃത്തിയായി റൂം സൂക്ഷിച്ചതിന് നല്ല രീതിയിൽ വളരെ 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 നല്ല രീതിയിൽ വെച്ച് ഒന്ന് കുളിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് കുളിച്ച് ഉറങ്ങി കുളിച്ച് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ഉറങ്ങാൻ ശ്രമിക്കുക. കൂടാതെ കൂടുതലായിട്ട് കാട്ടിലിന്റെ താഴെ ഇരുഭാഗത്തായിട്ട് ഓരോ കപ്പിലും ഉപ്പ് കൊണ്ടുവെക്കുക എന്നുള്ള ഒരു പരിഹാരം. പിന്നെ അടുത്ത നെഗറ്റീവ് എനർജി, വീടിന്റെ പരിസരങ്ങളിൽ നെഗറ്റീവ് എനർജി ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നത്, വീടിന്റെ ചുറ്റുവട്ടമുള്ള സസ്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന ചെടികൾ സ്ഥിരമായി ഉണങ്ങിപ്പോവാറുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളരെ കൃത്യമായി മുളച്ചു വരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വളരെ വളർച്ച കുറവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ആ ഭൂമിയുടെ ചുറ്റുവട്ടത്ത് നെഗറ്റീവ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ പഴയ ഉപകരണങ്ങൾ, ഉപയോഗിക്കാത്ത സാധനങ്ങൾ,
ഇതൊക്കെ നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്ത് എവിടെയാണ് വേസ്റ്റിൽ കൊണ്ടിട്ടിരിക്കുന്നത്? ആ ഭാഗം പൂർണ്ണമായിട്ട് നെഗറ്റീവ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. കിച്ചന്റെ നേരെ പുറത്തായിട്ട് ഒരു കല്ലുപ്പ് കിച്ചന്റെ നേരെ പുറത്തായിട്ട് വർക്ക് ഏരിയക്ക് അപ്പുറത്തായിട്ട് നമ്മൾ എല്ലാ വീട്ടിലും സാധനം ഉണ്ട്, വേസ്റ്റ് ഡബ് ചെയ്യുന്ന സ്ഥലം. അവിടുന്ന് നേരെ എനർജി വരുന്നത് എങ്ങോട്ടായിരിക്കും? നമ്മുടെ കിച്ചണിലേക്കായിരിക്കും, അല്ലെ? കിച്ചണിൽ എനർജി പറഞ്ഞാൽ പിന്നെ നടക്കുന്നത് എന്തായിരിക്കും? അവിടുന്ന് ഉണ്ടാക്കുന്ന മുഴുവൻ സാധനങ്ങളും ആ എനർജി എത്തുകയും ചെയ്യും. ആ എനർജി ആ വീട്ടിൽ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യും. വീട്ടിൽ ഏറ്റവും നല്ല ഹയസ്റ്റ് എനർജി ഉണ്ടായിരിക്കേണ്ട രണ്ട് സ്ഥലങ്ങളൊന്ന് പറയാവോ? വീട്ടിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് എനർജി ഉണ്ടാവേണ്ട രണ്ട് സ്ഥലങ്ങളൊന്ന് പറയാവോ? ടൈപ്പ് ചെയ്യൂ. യെസ്, വളരെ കറക്റ്റ്. ദാറ്റ്സ് കിച്ചൺ ആൻഡ് ടോയ്ലറ്റ് അല്ല, കിച്ചൺ ആൻഡ് ബെഡ്റൂം. പക്ഷെ നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് എനർജി കീപ്പ് ചെയ്യുന്ന സ്ഥലം ഏതാണ് ഇപ്പോ? ആരും ഉപയോഗിക്കാത്തൊരു സ്ഥലത്ത് നമ്മൾ എനർജി ഒരു സ്ഥലത്ത് കൊണ്ട് ചെറിയൊരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു ചുമരിൽ തൂക്കി വെച്ചിട്ട് പറയില്ലേ, പണ്ടത്തെ വലിയ സാധനമായിരുന്നു അത്. പ്രാർത്ഥിക്കാനുള്ള വെച്ച വലിയ പണ്ടത്തെ വീട്ടിൽ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വലിയൊരു സാധനം ഉണ്ടായിരുന്നു. അതിന് വെച്ചിട്ട് ഇപ്പൊ ചുമരിലേക്ക് വെച്ചു. എന്നിട്ട് അവിടെ ഒരു ചന്ദനത്തിരിയും കത്തിച്ചു വെക്കും, ഒരു വിളക്കം വെക്കും, അവിടെ മെഴുകുതിരി കത്തിച്ചു. അവിടെ മാത്രം നിർത്താനുള്ള ഒരു പരിപാടി വരും. അതിന്റെ ഇപ്പുറത്ത് വളരെ മോശമായിട്ട് അലങ്കോലമായി കിടക്കുകയും ചെയ്യും. പൂജാമുറിയിൽ എനർജി ഉണ്ടായിക്കഴിഞ്ഞാൽ വീട്ടിന്റെ നടുമധ്യത്തിലുള്ള, നടു എന്ന് പറഞ്ഞാൽ പിന്നെ മദ്യം വേണ്ട, നടുമധ്യത്തിൽ ഉണ്ടാകുന്ന ഭാഗത്ത് എന്തുകൊണ്ട് പൂജാമുറി ഉണ്ടാക്കുന്നു വെച്ചാൽ അവിടെ ഉണ്ടാവുന്ന എനർജി എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഇങ്ങനെ സ്പ്രെഡ് ആകുമ്പോൾ ആ വീട് മൊത്തം നല്ല എനർജി ഉണ്ടാകും എന്നുള്ള കോൺസെപ്റ്റിലാണ് അല്ലെങ്കിൽ സെൻട്രലായിട്ട് എനർജി പൂജാമുറി ഉണ്ടാക്കിയത്. ഇപ്പൊ അതൊക്കെ മാറി ഒരു കബോർഡിലേക്ക് മാറി. അവിടുന്ന് എങ്ങോട്ട് സ്പ്രെഡ് ആകുമെന്ന് വെച്ചാൽ അതിനകത്ത് തന്നെ സ്ഥലമില്ല, പിന്നല്ലേ അങ്ങോട്ട് സ്പ്രെഡ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ബെഡ്റൂമിൽ നല്ല ഇത് ഉണ്ടാക്കാൻ പറ്റും. കിച്ചണിന് നല്ല വൃത്തിയും വെടിപ്പും ഉണ്ടായിക്കഴിഞ്ഞാൽ കിച്ചണിൽ പൂജാമുറിയേക്കാൾ നന്നായിട്ട് തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ ഐശ്വര്യം നടമാടും. അപ്പൊ വീടിന്റെ എല്ലാ ഭാഗത്തും വെളിച്ചവും ശുദ്ധമായ വായു സഞ്ചാരവും ഉൾപ്പെടുത്തുക എന്നതാണ് നെഗറ്റീവ് എനർജി ഉള്ള വീട്ടിന്റെ ഒന്നാമത്തെ പരിഹാരം. എന്താണ്? എല്ലാ ഭാഗത്തും നല്ല വെളിച്ചവും വായു സഞ്ചാരവും ഉണ്ടാകാൻ ജനലുകൾ തുറന്നിടുക, വാതിലുകൾ തുറന്നിടുക. എപ്പോഴും അല്ല, ദിവസത്തിൽ 1-2 പ്രാവശ്യം കൃത്യമായി തുറന്നിട്ട് വായു സഞ്ചാരത്തിന് വിട്ടുകൊടുക്കുക. ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ല, പൊതുവേ ഇപ്പൊ വീട്ടിൽ കൊതുക് വരുന്നു എന്ന് കരുതി ജനലുകളൊന്നും തുറക്കാറില്ല. ഉള്ള വായു അവിടെ തന്നെ കിടക്കും. ഞങ്ങളൊക്കെ ഇപ്പോ ഫ്ലാറ്റിലായതുകൊണ്ട് വേറെ രക്ഷയില്ല, ഇവിടെ തുറന്നിടുന്ന ഓപ്ഷൻ ഇല്ല. പക്ഷെ ഞങ്ങൾ AC-ക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ട്. നിങ്ങളുടെ നാട്ടിലെ AC പോലെയല്ല, ഇവിടുത്തെ അകത്തുള്ള എയർ വലിച്ച് പുറത്തോട്ട് കൊണ്ടുപോയി തള്ളും, അന്നേരം പുറത്തെ എയർ അകത്തോട്ട് കൊണ്ടുവരും ചെയ്യും. നന്നായിട്ട് എയർ സർക്കുലേഷൻ നടക്കും. നാട്ടിൽ അങ്ങനെയല്ല. ആ AC വെച്ച റൂമിനകത്ത് സ്പ്ലിറ്റ് AC ആയതുകൊണ്ട് ഈ എയറിനെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പുറത്തോട്ട് തള്ളുന്നില്ല. അറിയാമല്ലോ, രണ്ടും തമ്മിൽ വ്യത്യാസം അറിയാലോ. ഞങ്ങൾക്ക് കൂടിയുള്ള സെൻട്രൽ AC ആകുമ്പോൾ ഒരു ഡക്റ്റിൽ കൂടി നമ്മൾ വീട്ടിലുള്ള എയറിനെ പുറത്തോട്ട് കൊണ്ടുപോയി തള്ളും, എന്നിട്ട് പുതിയ എയർ കൊണ്ടുവരികയും ചെയ്യും. അതാണ് AC-യിൽ വരുന്ന സർക്കുലേഷൻ നടക്കുന്നത്. പക്ഷെ നാട്ടിലെ സ്പ്ലിറ്റ് AC ആകുമ്പോൾ ഇങ്ങനെ ഉള്ള എയറിനെ ഇങ്ങനെ കറക്കുക മാത്രമേ ഉള്ളൂ. അപ്പൊ രാത്രി നമ്മൾ റൂമൊക്കെ അടച്ച് ഉറങ്ങുമ്പോൾ വളരെ അപകടം പിടിച്ച പരിപാടിയാണ് കേട്ടോ. നമ്മളാരും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. റൂം മുഴുവൻ അടച്ച് AC ഇട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ റൂമിനകത്ത് ഉള്ള ഓക്സിജൻ തന്നെ വീണ്ടും 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 സർക്കുലേറ്റ് ചെയ്യാണ്. അപ്പൊ ഓക്സിജൻ കുറച്ചു നേരം നമ്മൾ 2 പേരിൽ ശ്വസിച്ചു കഴിയുമ്പോൾ അവിടെ ഓക്സിജന്റെ അളവ് നല്ലോണം കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമായി മാറുകയും ചെയ്യും. പിന്നെ നമ്മൾ ശ്വസിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാവും. അതുകൊണ്ടാണ് AC-യിലേക്ക് കിടന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം വരുന്നത്. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം നമുക്ക് ശ്വാസോച്ഛ്വാസം കഴിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആയി മാറുന്നതുകൊണ്ടാണ്. നമുക്ക് ഓക്സിജന്റെ അളവ് വളരെ ലളിതം കുറയുന്നതുകൊണ്ടാണ്. കാരണം പുറത്തുനിന്ന് എയർ വരില്ല. അപ്പൊ വീടിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് വെളിച്ചവും ശുദ്ധമായ വായു സഞ്ചാരം ഉണ്ടാകുന്നത് വളരെ അത്യാവശ്യമാണ്. പിന്നെ വീട്ടിൽ പോസിറ്റീവായിട്ടുള്ള മ്യൂസിക് പ്ലേ ചെയ്യുക. പ്രത്യേകിച്ച് പ്രാർത്ഥനകൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഭക്തിഗാനങ്ങൾ പോലുള്ള മ്യൂസിക്കുകൾ സ്ഥിരമായി വീട്ടിൽ പ്ലേ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ നിത്യമായി വീട്ടിൽ പ്രാർത്ഥന നിർബന്ധമാക്കുക.
പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. കാരണം പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും വെളിച്ചെണ്ണ ചേർത്തുള്ള വിളക്ക് കത്തിക്കുക, അല്ലെങ്കിൽ നല്ല മെഴുകുതിരി കത്തിക്കുക, അല്ലെങ്കിൽ നല്ല സുഗന്ധ ദ്രവ്യങ്ങൾ നമ്മൾ അന്നേരം അഗർബത്തി പോലുള്ള കത്തിക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു എന്നറിയുക. ഇനി നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കാൻ ഏറ്റവും ഫലപ്രദമായ കാര്യം എന്താണെന്ന് അറിയാവോ? സ്ഥിരമായി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നന്ദി പറയുക. വീട്ടിനകത്ത് പരസ്പരം നന്ദി പറയാൻ തുടങ്ങുക. താങ്ക് യു എന്ന് മക്കളോടും, താങ്ക് യു എന്ന് അമ്മ മക്കളോടും, ഭർത്താവിനോടും താങ്ക് യു. എത്ര പേര് പറയുന്നുണ്ട് വീട്ടിൽ? ഗ്രാറ്റിറ്റ്യൂഡ് പരസ്പരം പറയുമ്പോൾ അവിടെ കംപ്ലീറ്റ് ആയിട്ട് എനർജി ലെവലിൽ മാറും. വളരെ കൃത്യമായി എനർജി ലെവൽ മാറുന്നതായിരിക്കും താങ്ക് യു എന്ന് പറയുമ്പോൾ എന്ന് മനസ്സിലാക്കുക. ഇത് വളരെ കൃത്യമായി ഉപയോഗിച്ചവർക്ക് എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അതിന് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യം. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മറ്റ് ചെറിയ ചെപ്പടി വിദ്യകളാണ്. വീട്ടിൽ നിന്നും നെഗറ്റീവ് എനർജി ഒഴിവാക്കാനുള്ള ചെപ്പടി വിദ്യകൾ എന്ന് മനസ്സിലാക്കുക. നമുക്ക് ഈ വീടിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു പോകണം. ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും നന്മ തിന്മകളുടെ സമ്മിശ്രമാണ്. അതുപോലെ തന്നെ ഇരുളും വെളിച്ചവും രണ്ടും കലർന്നാൽ മാത്രമാണ്, നെഗറ്റീവും പോസിറ്റീവും രണ്ടും ഉണ്ടായാൽ മാത്രമേ ഒരു എനർജി ബാലൻസ്ഡ് ആവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവുണ്ടാവണം. അല്ല പോസിറ്റീവ് മാത്രമായി നമുക്ക് ഉണ്ടാവാൻ പറ്റില്ല. ചില സമയത്ത് എനർജി ഡൗൺ ആയാൽ മാത്രമേ മറ്റൊരു സമയത്ത് എനർജി ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. ഒരു സമയത്ത് നമുക്ക് ആഹ്ലാദം ഉണ്ടായാലേ നമുക്കൊരു നമുക്ക് സങ്കടം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിൽ കൂടുതൽ എങ്ങനെ അതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് മാത്രം ആലോചിക്കുക. ചെറിയ ചപ്പടി വിദ്യകൾ പറഞ്ഞു പോകാം. വീട്ടിൽ എപ്പോഴും നിലം തുടക്കുമ്പോൾ വെള്ളത്തിൽ നാരങ്ങ നീര് അല്ലെങ്കിൽ വെള്ള വിനാഗർ, ഉപ്പ് എന്നിവ ചേർത്ത് വൃത്തിയാക്കുന്നത് വളരെ ഉചിതമാണ് എന്നാണ് വാസ്തുപരമായിട്ട് പറയുന്നത്. പിന്നെ ഉപ്പ് വലിയൊരു ഘടകമാണ്. ഉപ്പ് നിങ്ങൾക്ക് വീട്ടിൽ അവിടെ ഇവിടെ ഭാഗങ്ങളിലൊക്കെ ഉപ്പുകൾ ഇങ്ങനെയുള്ള ബോട്ടിലാക്കി വെക്കുന്നത് വളരെ ഗുണകരമാകും എന്നുള്ളതാണ് വാസ്തു പറയുന്നത്. ഉപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോകത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നെഗറ്റീവ് എനർജിയെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ, ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് സോൾട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വലിയ ക്ഷീണമൊക്കെ ഉണ്ടാകുമ്പോൾ കടൽ വെള്ളത്തിൽ പോയി കുളിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നല്ല മാറ്റം ഉണ്ടാവും അല്ലെ? അത് ഉപയോഗിച്ചവർക്കറിയാം കൃത്യമായിട്ട്. അപ്പോൾ ഉപ്പ് അത്രയും കൊണ്ട് പ്രധാനമായിട്ടും വെക്കുക. നമ്മൾ പണ്ടത്തെ കാലത്ത് ഇതൊക്കെ ചെയ്തു തന്നിട്ടോ. പിന്നെ യെസ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാധനം ഓർമ്മയുണ്ടല്ലോ, കട്ടിലിന്റെ താഴെയായിട്ട് ഒരു 2 പാത്രത്തിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എക്സ് രൂപത്തിൽ, കട്ടിലിന്റെ എന്താ പറയുക, എക്സ് രൂപത്തിലുള്ള ഭാഗത്ത് കട്ടിലിന്റെ കാലില് 2 സൈഡിലായിട്ട് ഓരോ കപ്പ് ഉപ്പ് വെക്കുന്നത് വളരെ നല്ലതാണ്. അത് പാറ ഉപ്പ്, അല്ലെങ്കിൽ പാറ ഉപ്പ് കിട്ടുമല്ലോ, പാറ ഉപ്പ് കാണാറുണ്ട് നിങ്ങൾ? പാറ ഉപ്പ് വെക്കുന്നത് വളരെ കൃത്യമായിട്ട് വെക്കണം. പക്ഷെ അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും മാത്രമാണ് പറഞ്ഞു പോകുന്നത് മനസ്സിലാക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു വന്നതിന്റെ പ്രധാനമായ ഘടകം എന്ന് പറയുന്നത് ക്രോസ് ആയിട്ടൊക്കെ പറഞ്ഞു വന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ വീട്ടിലെ പഴയ സാധനങ്ങൾ. ഇന്ന് പറഞ്ഞതിന്റെ ഈ കോൺസെപ്റ്റിന്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് വെച്ചാൽ വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ ഒഴിവാക്കാനായിട്ട് ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് വീട്ടിലുള്ള പഴയ വസ്തുക്കൾ എടുത്ത് കളയുക എന്നുള്ളതാണ്. അത് ഒരുപാട് ആൾക്കാരുണ്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ പഴയ വസ്ത്രങ്ങൾ അതൊക്കെ ഒഴിവാക്കേണ്ടത് വളരെ നിർബന്ധമാണ്. അതുപോലെ തന്നെ വീട്ടിൽ അവിടെ ഇവിടെ കൂട്ടിക്കിടക്കുന്ന പഴയ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. അങ്ങനെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ മുഴുവനായിട്ട് ഒഴിവാക്കാൻ നിൽക്കുക. പ്രാർത്ഥനയോടുകൂടി, അല്ലെങ്കിൽ എന്താ പറയാ, ഗ്രാറ്റിറ്റ്യൂഡ് കൂടി പെരുമാറാൻ വീട്ടിൽ ശ്രമിക്കുക എന്നുള്ള ഓർമ്മപ്പെടുത്തൽ മാത്രം നടത്തിക്കൊണ്ട്, ഇത് വലിയൊരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി, ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി മാത്രം എന്ന് പറഞ്ഞു എന്നേ എനിക്ക് തോന്നുള്ളൂ. കാരണം പറഞ്ഞൊന്നും തീരൂല. അത്രയും വീടിന്റെ ചുറ്റുവട്ടങ്ങളും ഓരോ കാര്യങ്ങളും വാസ്തുവൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ പോകേണ്ടി വരും. ഇന്നതില്ല. പക്ഷെ നിങ്ങൾ ഓർമ്മിപ്പിക്കണം, ഇത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. മനസ്സിൽ മാത്രം മാറ്റം വരുത്തുമ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളും മാറാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം എന്ന് മാത്രം
വേണം. ഇത് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം പറയാം, വല്ലാണ്ട് പോയിട്ട് അന്ധവിശ്വാസങ്ങളിൽ തലയിടരുത്. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് അറിയുക. ഒന്നും പോയിട്ട് നാളെ പോയിട്ട് ആ ഉണ്ട്. ആരാണ് ശത്രുദോഷം? ആരാ ശത്രു? ശത്രുദോഷമില്ലാത്ത ഒരാൾ ഇവിടെ കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? എനിക്ക് ശത്രുദോഷമില്ലാത്ത ഒരാൾക്ക് ഇങ്ങ് പറയാൻ പറ്റൂ? ആരാണ് നിങ്ങളുടെ ശത്രു? അയ്യോ, എന്റെ പേരങ്ങ് പറഞ്ഞേക്കല്ലേ, ഞാനല്ലേ. ആരാണ് നിങ്ങളുടെ ശത്രു? യെസ്. അപ്പൊ ഏതൊരു ജ്യോതിഷന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവൻ ആദ്യം പറയും ശത്രുദോഷം. അപ്പൊ നിങ്ങൾ ഉണ്ട് ഉണ്ട് ഉണ്ട്. കാരണം നമുക്ക് അപ്പോഴേക്കും ഒരാൾ ഓർമ്മ വരും, ആ അപ്പനാണ് അവനാള്. ജ്യോതിഷം പറയുന്ന എന്തോ ഒരു വിഷയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് കബഡി ഇങ്ങനെ നിരത്തി കഴിയുമ്പോഴേക്കും ആള് പറയും ഒന്നുമില്ല, ചെറിയ ശത്രുദോഷം. ആ ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ മനസ്സിൽ ഒരാൾ ഓടി വരും, ഒന്നിക്കിൽ അയൽവാസി അല്ലെങ്കിൽ ഏട്ടനിയന്മാർ ബന്ധുക്കൾ ഇതെല്ലാം ഉണ്ടാവും. അപ്പൊ നമ്മൾ കണക്ട് ചെയ്തോളൂ. പിന്നെ അയാൾ പറഞ്ഞൊന്നും നമ്മൾ കേൾക്കൂല കേട്ടോ. ആ പാവം ചിലപ്പോ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, ആ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ തീരുമാനിച്ചു ആരാണ് എന്താണെന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടാ പോകുന്നത്. നമ്മുടെ ശത്രുവും മിത്രവും ഒക്കെ കിടക്കുന്ന എവിടെയാണ്? ഇതെല്ലാം നിങ്ങൾ ക്ലാസ്സിലിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ശത്രുദോഷമൊക്കെ ഇവിടെ ഉണ്ട്. കാരണം നമ്മൾ നമുക്ക് തന്നെ ദോഷമായി മാറുമ്പോൾ പിന്നെ ശത്രുദോഷം ഇല്ലാതിരിക്കില്ലല്ലോ. നമ്മുടെ ചിന്തകൾ തന്നെ നമുക്ക് എപ്പോഴും ദോഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പിന്നെ ശത്രുദോഷം ഇല്ലാതിരിക്കുന്നു ഉണ്ട്. അപ്പോ ശത്രു സംഹാര പൂജ പോയി ചെയ്യണം. ആർക്കാ പൂജ ചെയ്യുന്നത്? ആരെ കൊല്ലാനായി പറയണേ? ദൈവത്തിനടുത്ത് പോയിട്ട് പൂജ ചെയ്യുകയാണ്, ശത്രു സംഹാര പൂജ. ആരെയായി കൊല്ലാൻ പറയണേ? സംഹരിക്കാൻ പറയണ ആരെയാ? എന്താ കഥയല്ലേ? ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ആത്മഹത്യ ചെയ്യാന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ്. ഒരേപോലെ ഇത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് തിരിച്ചറിയും. പക്ഷെ ഇത് തിരിച്ചറിയാത്ത എത്ര ആയിരം ആൾക്കാരുണ്ടെന്നറിയോ? ക്ഷേത്രങ്ങളിൽ പോയിട്ട് ശത്രു സംഹാര പൂജ. അപ്പൊ ചോദിക്കും പൂജാരി, നക്ഷത്രം? ആ, സ്വന്തം നക്ഷത്രവും പറയും. ഓക്കെ. എന്നിട്ട് പറയും, എന്നിട്ട് അടുത്ത അടുത്ത ചൊല്ലുന്ന ആ ശ്ലോകം ഒന്ന് ശ്രദ്ധിക്കണേ. ആ പൂജാരി ചൊല്ലുന്ന ആ ശ്ലോകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിട്ട നക്ഷത്രായ, അല്ലെങ്കിൽ സോറി, ഏത് നക്ഷത്രമാണോ, ദിനേശായ, ബാക്കി അങ്ങോട്ട് പറയുമ്പോ ഇയാളിലുള്ള ശത്രുവിനെ ഒന്ന് ഒഴിവാക്കി കൊടുക്കണേ എന്നാ പറയുന്നത്. നമ്മൾ ചോദിക്കോ മറ്റേ ആള് നമുക്ക് ഒഴിവാക്കും. പിന്നെ അയാളെ കാണുമ്പോ നിന്നെ പറ്റി ഞാൻ സംഹരിച്ചു കഴിഞ്ഞല്ലോ, നമ്മുടെ ശത്രു നമുക്കുണ്ടല്ലോ. അപ്പൊ അവനെ കാണുമ്പോ പറയും ഞാൻ അമ്പലത്തില് നിനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സമാധാനമായി, നമുക്ക് അവിടെ സ്വസ്ഥമായി ശത്രു സംഹാരം നടന്നു, ഒക്കെ നടന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള സൈക്കോളജിക്കൽ അപ്രോച്ചാണിത്. നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഈ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളും ഇത്തരം ടെക്നിക്കുകളൊക്കെ വളരെ എഫക്റ്റീവായി വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ മുക്രിയാരുടെ അടുത്ത് പോയിട്ട് വെള്ളം മന്ത്രിച്ചാൽ എല്ലാ അസുഖം മാറാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പോരാണ്ട് എന്തെങ്കിലും അമ്പലത്തിൽ പോയിട്ട് വെള്ളം മന്ത്രിച്ചു വന്നു കഴിഞ്ഞാൽ ആ അസുഖം മാറാറുണ്ടല്ലോ അല്ലെ? ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ അല്ലെ? എങ്ങനെയാ മാറുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ വർക്കിംഗ് ആണെന്നേ, യാതൊരു തർക്കമില്ല. 100% വർക്കിംഗ് ആ. പക്ഷെ അത് നമുക്കറിയാം, നമ്മളുടെ വിഷയം ഇരിക്കും. നമ്മൾക്ക് ആ ടെക്നിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ടെക്നിക്കല്ല, അതിനൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതെല്ലാം സൈക്കോളജിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മുമ്പോട്ട്. ഈ പറഞ്ഞതെല്ലാം അത് തന്നെയാണ്. നെഗറ്റീവ് എനർജി ഉണ്ട്, പോസിറ്റീവ് എനർജി, ഇതെല്ലാം ഒരു ഭാഗത്തുണ്ട്. ഇതിന് വരുന്ന സമയത്ത് മാറ്റം ഞാൻ വീട്ടിൽ ചെയ്യാറുണ്ട് കേട്ടോ. ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ, ഞാനും മക്കളൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു അസുഖമോ അല്ലെങ്കിൽ ചെറിയൊരു വിമിഷ്ടോ അസ്വസ്ഥത വരുമ്പോൾ അപ്പൊ വീട്ടിൽ ഞങ്ങൾ ചെറിയ മാറ്റം വരുത്തും. ഓൺ ദ സ്പോട്ട് ഞങ്ങൾ തിരിച്ചറിയും, അപ്പൊ തന്നെ ഞങ്ങൾ വീട്ടിൽ തുടങ്ങാം. നിങ്ങൾക്ക് നാട്ടിലുണ്ട്, എന്റെ അമ്മയൊക്കെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നില്ല. കണ്ണീർ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അറിയണ്ട്, നിങ്ങൾ ആരും ചെയ്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതൊക്കെ ശരിക്കും ചെയ്യുന്നതിൽ തെറ്റൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ അന്ധവിശ്വാസത്തിന്റെ കാര്യമൊന്നുമല്ല, ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതിനകത്തും ഇതെല്ലാം ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് തന്നെയാണ്. ഇതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു, ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു കിടിലൻ ടെക്നിക്ക് പഠിപ്പിച്ചു തരുന്നത് ഇതുമായി ബന്ധം. പണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ വീട്ടിൽ, പഴയ വീട്ടിൽ. ഞാനൊക്കെ ചെറുപ്പകാലത്ത് എന്റെ അമ്മ, അത് ചെറിയ കാലത്ത് അവിടെ ഇവിടെയൊക്കെ ഈ സാധനം വീട്ടില് കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ ഞാൻ വെച്ചത് എന്താ ഈ ചെയ്യുന്നത്? അപ്പോഴും മന്ത്രിച്ചു വെക്കാന്നൊക്കെ പറയും. പക്ഷെ അതേ മന്ത്രം നമുക്ക് ലോ ഓഫ് അട്രാക്ഷനിൽ ഇപ്പോഴും എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സാധനമുണ്ട്. ഒരു ദിവസം പഠിപ്പിച്ചു തരാം. നമുക്ക് സുഖം, ഭയങ്കര റിസൾട്ട് വരുന്ന സാധനം, ഭയങ്കര റിസൾട്ട് വരുന്ന സാധനം. ഇതെല്ലാം വിശ്വാസം മാത്രമാണ്. അപ്പൊ അതിന് നമ്മൾ അറിയാത്തവന് എന്താണ്, വിശ്വാസങ്ങളെ പറ്റി അറിയാത്തവന് അതെന്തായിരിക്കും? ഒരു വിശ്വാസത്തെ പറ്റി അറിയാത്തവന് അവൻ അതെന്തായിരിക്കും? അന്ധവിശ്വാസമായിരിക്കും. ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, ഏതൊരു കാര്യങ്ങളും അറിഞ്ഞു ചെയ്താൽ അത് വിശ്വാസവും, അറിയാതെ ചെയ്താൽ അന്ധവിശ്വാസമാകും. അപ്പോൾ അന്ധവിശ്വാസം ഒഴിവാക്കാൻ ഏകമായ പോംവഴി അതിനെ അറിയുക എന്നുള്ളതാണ്.
അറിഞ്ഞാൽ മതി. എല്ലാത്തിനും ബിഹൈൻഡ് ഒരു സയൻസ് ഉണ്ടാവും, ഒരു സൈക്കോളജി ഉണ്ടാവും. അതൊന്നും അറിഞ്ഞാൽ അന്ധവിശ്വാസം മാറും. ഇത്രയും മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എന്തെങ്കിലും ആർക്കും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. 2 മിനിറ്റ് സമയം, 5 മിനിറ്റ് സമയം, പെട്ടെന്നായിക്കോട്ടെ. ഹലോ സാർ. ഹലോ പറഞ്ഞോ തസ്നി, പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് രണ്ടാമത്തെ പ്രാവശ്യം സാറിന്റെ ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ സാറ് യൂട്യൂബ് കണ്ടിട്ടുള്ളതാണ്. സാറ് ഓരോ കാര്യങ്ങൾക്ക് ചേർന്നൊക്കെ ഉണ്ട്. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒന്നും ചേരാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചെയ്യാൻ എനിക്കൊരു ഐഡിയ ഇല്ല. ഹസ്ബൻഡിന്റെ ഓരോ കാര്യങ്ങൾ ജോലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കയ്യിൽ. പക്ഷെ ആളുടെ ജോലിക്ക് പ്രശ്നമാണ്. ഒരു ജോലിയും കിട്ടുന്നില്ല. അതൊക്കെ ഓരോ പ്രശ്നങ്ങളാണ്. കാരണം ഞാൻ സാറ് വീഡിയോ കണ്ടത്. എന്താ പറഞ്ഞു വരുന്നത്? എന്താണ് ചോദ്യം? എന്താണ് ജോലി ഇങ്ങനെ അടുത്ത് കേൾക്കുന്നില്ല? ശബ്ദം ശരിക്കും കേൾക്കുന്നില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നത്, പക്ഷെ ചോദ്യം ശരിക്കും മനസ്സിലായില്ല. ഞാൻ സാറിന്റെ ഒരു ഇതിൽ കയറണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ടായതുകൊണ്ടാണ് യൂട്യൂബ് മാത്രം കാണുന്നത്. എന്തിനാ സാമ്പത്തിക ബുദ്ധിമുട്ട് വെച്ച് കയറണേ? ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ, ഫ്രീ സെഷൻ ഉണ്ടല്ലോ. ഉണ്ട്. അങ്ങനെയാണ് ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം ലൈവ് സെഷൻ ആയിട്ട് കയറുന്നത് സാറ് ക്ലാസ്സിൽ. ഫ്രീ ആണല്ലോ. ഹസ്ബൻഡിന് ചെറിയ പ്രശ്നമുണ്ട്. ഹസ്ബൻഡിന് ജോലിക്കുള്ള ജോലി ശരിയല്ല. സാലറി ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ജോലി മാറുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ അടുത്തടുത്ത് ജോലി വരുന്നുണ്ട്. പക്ഷെ ഒക്കെ എന്തൊക്കെയോ ബുദ്ധിമുട്ട് കാരണം അടുത്ത് അകന്നു പോവുകയാണ്. അപ്പൊ അത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട്. എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അതാണ് ഞാൻ സാറത്തിന്റെ സങ്കടം പറഞ്ഞു. സാറ് യൂട്യൂബ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഓക്കെ, ശരി. നിങ്ങൾ ചോദിച്ചതിന്റെ ഇത് എനിക്ക് മനസ്സിലായില്ല. കോൺസെപ്റ്റ് മനസ്സിലായി. എന്താ ഞാൻ ചെയ്യണ്ടേ? എന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ചെയ്തു തരാണ്ടോ? എന്ത് ചെയ്താലാണ് ഇതിന് എനിക്ക് മാറാൻ പറ്റുക? എന്റെ ഹസ്ബൻഡിന്റെ ഒരു കാര്യങ്ങൾ ശരിയാവണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരുന്നതാണ് ചോദിച്ചത്. ഒന്നും ക്ലിയർ ആവുന്നില്ല നിങ്ങൾ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. എന്ത് ലോ അട്രാക്ഷൻ ചെയ്യേണ്ടി വരും എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഹസ്ബൻഡിന്റെ ഈ കാര്യങ്ങൾ ശരിയാവണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. ഡീറ്റെയിൽസ് സംസാരിക്കാതെ നിങ്ങൾ അതിൽ കുറച്ച് ദിവസം ക്ലാസ് ഫ്രീ സെഷൻ കേട്ട് നോക്ക്. എന്നിട്ട് നമുക്ക് നോക്കാം ഉണ്ടോ? ഓക്കെ, ഫ്രീ സെഷൻ കുറച്ച് ദിവസം കേൾക്കും. എന്നിട്ട് തീരുമാനിക്കാം ക്ലാസ്സിൽ വേണം കേട്ടോ. ശരി, താങ്ക് യു. പറഞ്ഞില്ലല്ലോ. ഓക്കെ, ശരി ശരി ശരി. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും വേറെ ആർക്കും ഇല്ലല്ലോ ഒന്ന് പറയാൻ പറ്റുമോ? ചോദിക്കാനൊന്നുമില്ല? ഓക്കെ, ഗുഡ് നൈറ്റ് സാർ. താങ്ക് യു.